അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പരിപാവനമായ റമളാനിന്റെ ഏറ്റവും ഒടുവിലത്തെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട സുന്ദരമായ 29-ാം രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് ശനിയാഴ്ച. ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മൾ കടന്നത് 29-ാം രാവിലേക്കാണ്. നാളെ ഞായറാഴ്ച 29-ാമത്തെ പകലാണ്, 29-ാമത്തെ നോമ്പാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു രാവ് കൂടിയാണ് 29-ാം രാവ്, അതായത് ഇപ്പോൾ നമ്മളുള്ള രാവ്. പല ആളുകളും ഈ രാവിലൊക്കെ വളരെ അശ്രദ്ധമായിരിക്കും. ഒരിക്കലും അശ്രദ്ധമായി പോകാൻ പാടില്ല. കാരണം മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ നിരീക്ഷണ പ്രകാരം ഞായറാഴ്ചയാണ്, ഈ വർഷം ഞായറാഴ്ചയല്ല, കഴിഞ്ഞ ഒരു ഞായറാഴ്ചയായിരുന്നു നോമ്പ് തുടങ്ങിയത്. അതുകൊണ്ട് ഞായറാഴ്ച നോമ്പ് തുടങ്ങിയാൽ 29-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന് ആ മഹാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടല്ലേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ലൈലത്തുൽ ഖദർ ആണ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇബാദത്തിലേക്ക്, നമ്മുടെ ദിക്റുകളിലേക്ക് നമ്മൾ കടക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഒരുപക്ഷെ ഈ വർഷത്തെ റമളാനിന്റെ അവസാനത്തെ രാവായിരിക്കാം സാധ്യതയുണ്ട് ഇന്നത്തെ രാവ്. കാരണം നാളെ ഞായറാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കാണാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ കടന്നു വരുന്നത് ഒരുപക്ഷെ നിലാവ് കണ്ടാൽ പെരുന്നാൾ രാവായിരിക്കും. അതായത് ശവ്വാൽ മാസം, അടുത്തൊരു പുതിയ മാസം വരികയാണ്. ഇനി നിലാവ് കണ്ടില്ലെങ്കിൽ നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് 30-ാമത്തെ രാവ് കിട്ടും. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം ഒരുപക്ഷെ നമ്മൾ ഈ വർഷത്തെ അവസാനത്തെ തറാവീഹ് നമസ്കാരവുമാവാം ഇന്ന് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പോൾ ഏതിനൊക്കെ സാധ്യതയുള്ള ഒരു രാവ് കൂടിയാണ്. അതുകൊണ്ട് വളരെയധികം ദുആക്ക് ഇജാബത്തുള്ള ഉത്തരം കിട്ടുന്ന രാവാണ്. നല്ല മനസാന്നിധ്യത്തോടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറയുക. നമ്മുടെ തൗബ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല, ഓരോ ദിവസവും നമ്മൾ തൗബ പുതുക്കിക്കൊണ്ടിരിക്കണം. അല്ലാഹു തആല നമ്മുടെ തൗബയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഈ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ. ഈ റമളാൻ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ദിക്റിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രതകളേറെ നിറഞ്ഞ റമളാൻ, ഈ റമളാനിന്റെ 3-ാമത്തെ 10, ഈ 3-ാമത്തെ 10-ൽ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അള്ളാഹുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട 2 ദിക്റുകളിൽ ഒന്നാമത്തേത് സ്വർഗപ്രവേശനം ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്. അതാണല്ലോ ഒരു മുഅ്മിനിന്റെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം, സ്വർഗത്തിൽ കടക്കുക, നരകമോചനം കിട്ടുക. ആ പുണ്യമായ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. അല്ലാഹു തആല ഈ ദുആഇന്റെ, ഈ ദിക്റിന്റെ, ഈ ഒരു തേട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു സ്വർഗപ്രവേശനം തരുകയും നരകത്തിൽ നിന്നുള്ള മോചനം തരുകയും ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ അഅ്തിഖ്നി, നീ എനിക്ക് ഇത്ഖ് നൽകണം, മോചനം നൽകണം, മിനന്നാർ, നരകത്തിൽ നിന്നും. പിന്നെ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗ്ഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഒരു അടിമ ചോദിക്കുന്ന ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും നല്ല ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? ഇൻഷാ അല്ലാഹ് അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയുക. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة
الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين كل داء دواء ودواء الذنوب الاستغفار എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല മരുന്ന് വെച്ചിട്ടുണ്ട് പാപങ്ങളാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇസ്തിഗ്ഫാർ അതുകൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾക്കുള്ള മരുന്നാകുന്ന ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് അധികരിപ്പിച്ചാലോ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്ത തവ്വാബുർ റഹീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്ത തവ്വാബുർ الرحيم أستغفر الله العظيم إنك أنت التواب 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 الرحيم أستغفر الله العظيم
إنك أنت التواب الرحيم أستغفر الله العظيم إنك أنت التواب الرحيم أستغفر الله العظيم إنك أنت التواب الرحيم. വിശുദ്ധ റമളാൻ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർത്താതെ നബി തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. അല്ലാഹുവിലേക്ക് മാപ്പിനെ ചോദിക്കുക. എങ്ങനെയാ അത്? അല്ലാഹുവേ ഇന്നക നിശ്ചയമായും നീ അഫൂൻ നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ ഫഅഫു അന്നി നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്നാണ് ആ ദുആ. അപ്പം മാപ്പിനെ ചോദിച്ചിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ രാവിലും പകലിലും ഒക്കെയായി ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട, പ്രത്യേകമായി നമ്മൾ മനസാന്നിധ്യത്തോടെ പറയേണ്ട ഒരു ദുആയാണത്. അള്ളാഹുവിൻ്റെ മാപ്പിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദിച്ചോ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني. اللهم 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 إنك عفو تحب العفو فاعف عني. റമളാനിന്റെ 1 മുതൽ 30 വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഷഹാദത്ത്, ഇസ്തിഗ്ഫാർ, സ്വർഗ്ഗപ്രവേശനം, നരകമോചനം ചോദിക്കുന്ന ആ ദുആയി നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഏതാണത്? പറഞ്ഞേ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر
അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. വിശുദ്ധമായ റമളാൻ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. ഈ സമയത്ത് പടച്ചോനെ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞതാ നിന്റെ അടുക്കലേക്ക് വരുന്ന ഈ റമളാനിനെ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹുവേ. റമളാൻ നിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങളെപ്പറ്റി ഒരു കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാവണം. ഈ 27-ാം രാവിൽ ഈ പുണ്യമായ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു
حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 4000-ഓളം വരുന്ന സ്വലാത്തുകളാണ് മൊത്തത്തിൽ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4000-ത്തിലധികം വരുന്ന സ്വലാത്ത്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തല്ല, അതല്ലാതെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ ഓരോ സ്വലാത്തും ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മുറാദ് എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു താല ആ മുറാദ്, ആ ആവശ്യം അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നതെന്നാണ്. അപ്പോൾ ഓരോ സ്വലാത്ത് പറയുമ്പോഴും ഓരോ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഹലാലായ മുറാദുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഈ മൗലിദിലൊക്കെ സാധാരണ ഓതുന്ന ഒരു 2 ബൈത്ത് ഉണ്ട്. പക്ഷെ അത് ബൈത്തിനേക്കാൾ ഉപരിയായതൊരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്
സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ വിശുദ്ധമായ റമദാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് വലിയ ഒരു കാവൽ കിട്ടേണ്ട മാസമാണ്. മാത്രമല്ല, ഈ റമദാൻ കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ നിന്നും ഒരു രക്ഷ കിട്ടണം, ഒരു സലാമത്ത് കിട്ടണം, ഒരു കാവൽ കിട്ടണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും കാവൽ കിട്ടാൻ വിശുദ്ധമായ ഖുർആനിൽ തന്നെ ഒരുപാട് മരുന്നുകളുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്ന ഒരു ആയത്തുണ്ട്. അത് എല്ലാവിധ ആപത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന പുണ്യമായൊരു വചനമാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഒരു ദിവസം ഒരു മനുഷ്യൻ നരകമോചനം ചോദിക്കുന്നു. എത്ര പ്രാവശ്യം? 3 വട്ടം. എങ്കിൽ നരകം
പറയുമെന്നാണ്, അല്ലാഹുവേ അയാൾ എന്നെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ എന്നിലേക്ക് കടത്തല്ലേ എന്ന് നരകം പറയുമെന്നാണ്. അപ്പൊ നരകമോചനം ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനി മിനന്നാർ. പുണ്യമായ റമദാൻ, ആ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ചില ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്ക്, നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഫാത്തിഹ ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അർഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പതിനായിരക്കണക്കിന് ഉമ്മമാരും ഉപ്പമാരും അല്ലാഹുവേ ആമീൻ പറയുന്ന സദസ്സാണ്, നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾ നിന്റെ അടുക്കലേക്ക് ഇസ്തിഗ്ഫാർ പറയുന്ന, തൗബ ചെയ്യുന്ന, സ്വർഗപ്രവേശനം ചോദിക്കുന്ന, നരകമോചനം ചോദിക്കുന്ന രാവാണ് ഞങ്ങളും അതാ ചോദിക്കുകയാണ്. റബ്ബേ, ഞങ്ങൾക്ക് സ്വർഗപ്രവേശനം തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ കോപത്തിന് ഇരയായ ആളുകളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ ചെയ്തവരാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട്, നീ അല്ലാഹുവേ അതെല്ലാം പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ കബൂലാക്കണേ അല്ലാ. റമളാൻ, വിശുദ്ധ റമളാൻ, ആ റമളാനിന്റെ ഒന്നാമത്തെ ദിനം മുതൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് അല്ലാഹുവേ ഈ ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി ദുആരക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. അവരെ നീ വെറുതെയാക്കല്ലേ അല്ലാ, അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുള്ള മജ്‌ലിസാണ് റബ്ബേ. അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാണ്, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ്. ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ, ആ ഉമ്മമാരെ നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉപ്പമാര് മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, അവർക്കെല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന് പകരം ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബാദികൾ പലരും ഖബറിലാണ്, സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, ഞങ്ങളുടെ സഹോദരിമാര്, സഹോദരങ്ങള്, വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഖബറിലാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ റമളാനിൽ തന്നെ മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ അവരുടെ ഖബർ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നരകം കണ്ണുകൊണ്ട് പോലും കാണുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പരിശുദ്ധമായ പരിപാവനമായ ഈ റമളാനിന്റെ അവസാനത്തെ 10 നരകമോചനം കിട്ടുന്ന 10ആണല്ലോ. ഞങ്ങൾ എല്ലാവരെയും നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ അല്ലാ. നിന്റെ ഹിസാബിനെ തൊട്ട് കാക്കണേ അല്ലാ, നിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ഈ സദസ്സ് കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, എല്ലാം നീ മാറ്റി സലാമത്ത് തരണേ അല്ലാ, ഖൈർ തരണേ അല്ലാ, ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, പാവങ്ങളാണ് ഉമ്മമാര്, ആ പാവങ്ങളായ ഉപ്പമാര്, റബ്ബേ, അവരെ നീ കൈവെടിയല്ലേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ എന്താ
എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. അവരൊക്കെ മനസ്സിൽ ഓരോ മുറാദുകൾ മനസ്സിൽ കണ്ടിട്ടാണ്, ഓരോ ഉദ്ദേശങ്ങൾ കണ്ടിട്ടാണ് കമന്റ് എഴുതുന്നത്. റബ്ബേ, ആ കമന്റ് എഴുതുന്ന ദുആ വസിയത്ത് പറയുന്ന ആ പാവങ്ങളെ നീ കൈവെടിയല്ലേ അല്ലാ. അവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ നീ കണ്ട് പരിഹരിക്കണേ അല്ലാ. മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ തട്ടിക്കളയല്ലേ റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരും സ്വീകരിക്കാനില്ല അല്ലാ. നീ ഖൈറിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധമായ റമളാനിലാണ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ സുഖ സൗകര്യത്തിലാണുള്ളത്. ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം നീ തന്നിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ വെള്ളം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സമാധാനമുണ്ട് അല്ലാ. എന്നാൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്ത്യൻ മുസൽമാനെ നീ കാക്കണേ അല്ലാ. പല സ്ഥലത്തും മുസ്ലിമായതിന്റെ പേരിൽ അടിച്ചു കൊല്ലപ്പെടുകയാണ്. അല്ലാഹുവേ, വലിയ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുകയാണ്, വലിയ രൂപത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരന്മാരാകുന്ന സഹോദരിമാരാകുന്ന ഗസയിലെ, ഫലസ്തീനിലെ റഹ്മാനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ അവരൊക്കെ പെരുവഴിയിലാണ് റബ്ബേ. നീ കാണുന്നുണ്ടല്ലോ അല്ലാ. അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ഗസയിലെ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ, അവിടെ ഒരുപാട് മുഅ്മിനീങ്ങളാണ് മരണപ്പെട്ടത്. ആ മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും റബ്ബേ നീ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആ ജൂത സൈനിസ്റ്റുകളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ബദറിൽ സഹായിച്ച റബ്ബേ, മലക്കുകളെ ഇറക്കി സഹായിച്ച അല്ലാ, ആ ഫലസ്തീനിലെ മക്കളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഫിർഔനിനെയും നമ്രൂദിനെയും ഹാമാനിനെയും നശിപ്പിച്ച റബ്ബേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. സമാധാനപരമായ ജീവിതം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ. ഒരുപാട് കമന്റ് എഴുതുന്ന ഉമ്മമാരും ഉപ്പമാരും പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല. ഉസ്താദെ, നിങ്ങൾ ദുആ അരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരുപാട് മുറാദുകളുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വിവാഹ പ്രായമെത്തിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കല്യാണം നടന്നിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. അതുപോലെ തന്നെ ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വീട് പണി നടക്കുന്നു അത് ഖൈറായി മാറാൻ ദുആ അരക്കാൻ പറഞ്ഞവർ, ഇങ്ങനെ 100 പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അതുപോലെ മക്കളുടെ പരീക്ഷകൾ നടക്കുന്നു, അതൊക്കെ ഉന്നതമായ വിജയത്തിലാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഇങ്ങനെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങൾ മാറ്റി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റ് എഴുതുന്ന, ഈ വീഡിയോകൾ കണ്ടിട്ട് ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അവരെ നീ കൈവെടിയല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, വിശുദ്ധമായ റമളാൻ ഞങ്ങളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഞങ്ങളിന് റമളാൻ അവശേഷിക്കുന്നുള്ളൂ അല്ലാ. ഈ റമളാൻ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ റമളാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നീ പരിപൂർണമായി കബൂലാക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാൻ ആക്കല്ലേ റബ്ബേ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഇബാദത്ത് എടുക്കാനും തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹുവേ, ഈ കൊല്ലത്തെ റമളാൻ ഞങ്ങളോട് സലാം പറഞ്ഞു പോകുമ്പോ, നിന്റെ അടുക്കലേക്ക് ഈ റമളാൻ വരുമ്പോ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ റമളാൻ ഞങ്ങളുടെ എല്ലാവരുടെയും അല്ലാഹുവേ ജീവിതത്തിൽ ഇനി വലിയൊരു മുതൽക്കൂട്ടാക്കണേ അല്ലാ. ഈ റമളാനിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇനിയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ
നൽകണേ അല്ലാ. റമദാൻ തീരാൻ പോവുകയാണ് റബ്ബേ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാ. ഈ റമദാൻ കാരണം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഈ റമദാനിന്റെ അവസാനത്തെ രാവുകളുടെ പകലുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി പാപമുക്തമായ ഒരു ജീവിതം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റമദാൻ അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ, പ്രതികൂലമായ സാക്ഷിയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ റമദാനിന്റെ പുണ്യമായ ദിനരാത്രങ്ങളിൽ റബ്ബേ നിന്നോടടുക്കാനും ഞങ്ങൾക്ക് ഈമാനും ഇസ്തിഖാമത്തും ഹിദായത്തും തവക്കുലും അധികരിപ്പിച്ചു കിട്ടാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയപ്പെട്ട പുണ്യമായ കാര്യങ്ങൾ അധികരിപ്പിച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ ദിക്റുകൾ ചൊല്ലുന്നു, തസ്ബീഹുകൾ പറയുന്നു, സ്വലാത്തുകൾ പറയുന്നു, നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളാണ്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ, കരൾ കേടാക്കി കളയല്ലേ അല്ലാ, ശരീരം തളർത്തി കളയല്ലേ അല്ലാ. എപ്പോഴാണെങ്കിലും മരിക്കേണ്ടവരാണ്, നല്ല മരണം തരണേ അല്ലാ. റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, മോശപ്പെട്ട മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഇനിയുള്ള ഈ പുണ്യമായ റമദാനിന്റെ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തരണേ അല്ലാ. അതിന്റെ മഹത്വം നേടിയവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ പലരും കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരുപാട് പേര് രോഗികളാണ്, രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ, ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരീക്ഷ എഴുതുകയാണ് റബ്ബേ, പരീക്ഷ കഴിഞ്ഞു അല്ലാ. അല്ലാഹുവേ, ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങൾ കൂടുന്ന കാലമാണ്. അല്ലാഹുവേ, ലഹരിയുടെ വിളയാട്ടമാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലഹരിയുള്ള, അതുപോലെ ലഹരി പോലോത്ത മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വിശുദ്ധമായ റമദാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ റമദാൻ അനുകൂലമാക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആഇനെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും ഈ മജ്ലിസിൽ പങ്കെടുത്തതിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ പരിശുദ്ധമായ റമളാനിൻ്റെ നോമ്പിലുള്ള എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ നമ്മളെല്ലാവരും കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. അപ്പോൾ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട്. ഉസ്താദേ, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അരി എത്രയാണ് അളവ്, പിന്നെ ഏത് സമയം വരെ കൊടുക്കാം, ആർക്കൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാ എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഫിത്ർ സക്കാത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് കൂടി അത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ, നേരെ വീഡിയോയിലേക്ക് പോകൂ.